ഡേയ്, നീ ഒരു കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരുന്നാണല്ലേ, പെട്ടെന്ന് നിനക്ക് എന്ത് പറ്റി? എത്ര ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തോ പ്രശ്നമുണ്ട്. അറിഞ്ഞോണ്ട് ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് വരെ. നീ വലിയ പുണ്യാളനൊന്നും ചമയണ്ട. ഈ അവസരം കുറെ മുതലാക്കിയിട്ടുണ്ട്. അത് വിട്. ഡേ, ശവത്തി കുത്താതെ. ഇതിന്ന് കരകയറാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞതാ. എന്റെ അറിവിലൊരു സ്വാമിയുണ്ട്. അയാൾ കൃത്യമായിട്ട് കാര്യം പറയും. ഏത് സ്വാമി? അയാൾ തന്നെ. അയാളാകുമ്പോ കൃത്യമായിട്ട് കാര്യം പറയും. സ്വാമി എങ്കിൽ സ്വാമി, ഇത് തീരുമെങ്കിൽ തീരണം. വാ പോയി കണ്ടേക്കാം. സ്വാമി രക്ഷിക്കണം സ്വാമി. ഇൻഡിഗോ അല്ലേ? ഒന്നും പറയണ്ട, എല്ലാം നമുക്കറിയാം. 3 വർഷമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ വരവ്. 3 വർഷമായിട്ട് കാത്തിരിക്കുന്ന എന്താ ഇപ്പൊ ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയും സ്വാമി. കണ്ണൂരുള്ള ചിറ്റപ്പന്റെ ശാപം. ജനങ്ങൾ ഒരു നിലപാട് മനസ്സിലാക്കും, ഈ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചനമില്ല. ഒരു പിഞ്ച് മനസ്സാണ് നിങ്ങൾ വേദനിപ്പിച്ചത്. പരിഹാരം ഉണ്ടോന്ന് നാം നോക്കട്ടെ. ഇനി ഇൻഡിഗോ കമ്പനിയിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ഇതൊരു വൃത്തികെട്ട കമ്പനിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പരിഹാരമേ ഇതിനുള്ളൂ. കണ്ണൂരേക്ക് പോവുക, ചിറ്റപ്പന്റെ കാലിൽ വീട് മാപ്പ് അപേക്ഷിക്കുക. ചിറ്റപ്പൻ മാപ്പ് തരും. അലിയുന്ന മനസ്സാണ് ചിറ്റപ്പൻ്റെത്. പോകാം സ്വാമി, ഏതറ്റം വരെയും പോവാം. കണ്ണു വരെ പോയി ചിറ്റപ്പനോട് ഞാൻ മാപ്പ് അപേക്ഷിക്കാം. ചിറ്റപ്പ മാപ്പ് കൊടുത്തത് തന്നെ. പിന്നെ ഇപ്പൊ കിട്ടും. ശരി, പോരെ എല്ലാം.